എന്റെ കൊച്ചുങ്ങളെ പ്രസവം തന്നെ വമ്പം കോമഡി ആയിരുന്നു. ഞാൻ ആരോട് പറഞ്ഞിട്ടില്ല, ഞാൻ ഓർത്ത് മറന്നു. അത് ട്വിൻസ് ആണല്ലോ അവര്. ഇത് 5ാം മാസം ഇവര് രണ്ടുപേരും ട്വിൻസ് ആണെന്ന് ഞാൻ അറിയണത്. സ്കാൻ ചെയ്യാൻ പോയപ്പോഴും ഭയങ്കര കോമഡിയാ. ഒരാളൊന്നും ഇല്ലാതെ ഞാൻ പോണത്, കാരണം ചേട്ടൻ പണിക്ക് പോവാ, വേറെ ആരും ഇല്ലല്ലോ അങ്ങനെ. അപ്പൊ വന്ന് ചെന്ന് അപ്പോൾ എന്നോട് ചോദിച്ചു പുറത്ത് ആരെങ്കിലും ഉണ്ടോന്ന്. ഞാൻ പറഞ്ഞ പുറത്തുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അവര് പുറത്തോട്ട് പോയിട്ട് തിരിച്ചു വന്നിട്ട് പറഞ്ഞു പുറത്താരും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. ഞാൻ ഇഷ്ടം പോലെ ആൾക്കാരോട് ഇരിപ്പുണ്ടല്ലോ. അപ്പൊ ചേച്ചിയുടെ കൂടെ ആരും ഉണ്ടോ? ഇല്ല, എന്റെ കൂടെ ആരും ഇല്ല. അതല്ല ചോദിച്ചത്. അങ്ങനെ പറഞ്ഞ തോർത്തെന്താ വാങ്ങാനായിരുന്നു. അതൊക്കെ അവർ തന്നെ ഒപ്പിച്ച് സ്കാനൊക്കെ ചെയ്തപ്പോൾ അറിയണത്. അപ്പം ഇങ്ങനെ ഒരു ഗർഭിണിയാണ്, 2 കൊച്ചുങ്ങൾ എൻ്റെ വയറ്റിലുണ്ട്, ഇത്രയും വയറെനിക്കുണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്യാറില്ല. ഞാൻ ഗർഭിണിയാണെന്ന് പല സമയം ഞാൻ മറന്നു പോകാറുണ്ട്. ഞാൻ അങ്ങനെയൊക്കെ നടക്കും, ഇങ്ങനെ വില്ലൻ കളിച്ചൊക്കെ നടക്കുള്ളൂ. അല്ലാതെ എത്ര മാസം വരെയൊക്കെ അങ്ങനെ നടന്നു? ഞാൻ 8ാം മാസം പ്രസവിക്കുമായിരുന്നു അവർ രണ്ടുപേരെ. അതുവരെ അങ്ങനെ നടക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഇപ്പോഴത്തെ പെണ്ണുങ്ങളൊക്കെ നടുവിനെ കൈ കൊടുത്ത് നടക്കുമ്പോൾ എനിക്കതങ്ങനെ ഫീൽ ചെയ്യാറില്ല. അങ്ങനെ നടക്കേണ്ട ആവശ്യമില്ല, അതൊക്കെ ചുമ്മാ ഡാമയാ എന്നെ സംബന്ധിച്ചാണ്. ഒരാളുടെ ഇളകരുത് എന്നൊക്കെ പറയില്ലേ? പിന്നെ എന്തിനാ ഇളകരുതെന്ന്? അതൊക്കെ നരങ്ങണ്ടേ? പണ്ടൊക്കെ പണിയൊക്കെ എടുക്കുമായിരുന്നു, ഇപ്പൊ അങ്ങനെ. അതാണ് ഓർക്കേണ്ടത്. പണ്ടത്തെ അമ്മമാരൊക്കെ പാടത്ത് പ്രസവിച്ചിട്ടുണ്ട്, ഇപ്പൊ മൊത്തം ഓപ്പറേഷൻ. എന്തുകൊണ്ടാ? റെസ്റ്റ് പറയുമ്പോ തന്നെ ഫുൾ റെസ്റ്റാ. പിന്നെ പ്രസവം വരെ റെസ്റ്റ്. പണ്ടൊക്കെ പേര് ഇപ്പൊ കീറന്ന് കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞായിരുന്നു.